നമസ്കാരം. മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന ചാപ്റ്ററിലെ പുതിയൊരു ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മോഷൻ ഓഫ് എ ചാർജർ പാർട്ടിക്കിൾ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജർ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന സമയത്ത് ആ ചാർജർ പാർട്ടിക്കിളിൽ ഒരു മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നു നമ്മൾ പഠിച്ചു. ആ ഫോഴ്സിൻ്റെ ഇക്വേഷൻ F is equal to QV cross B എന്നാണ്. ഇവിടെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ചാർജർ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷനും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ എപ്പോഴായിരിക്കും മാക്സിമം ഫോഴ്സ് ലഭിക്കുക? മാക്സിമം ഫോഴ്സ് ലഭിക്കാൻ വെലോസിറ്റിയുടെ ഡയറക്ഷൻ, അതായത് ചാർജർ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന ഡയറക്ഷനും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും പെർപെൻഡിക്കുലർ ആയിരിക്കുന്ന സമയത്തായിരിക്കും മാക്സിമം ഫോഴ്സ് ഉണ്ടാവുക. ആ സമയത്ത് നമുക്കിങ്ങനെ എഴുതാം, F is equal to QVB എന്നെഴുതാം. ഇതാണ് ഈ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ മാക്സിമം വാല്യൂ. മാഗ്നറ്റിക് ഫീൽഡിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഈ ബോർഡിൻ്റെ ഉള്ളിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇവിടെ ഒരു ചാർജർ പാർട്ടിക്കിൾ ഈ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് ചാർജർ പാർട്ടിക്കിളിൻ്റെ മാഗ്നിറ്റ്യൂഡ് Q എന്നാണ്, ചാർജർ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി V എന്നാണ്. അപ്പോൾ വിയുടെ ഡയറക്ഷൻ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ചാർജർ പാർട്ടിക്കിൾ എത്തുന്ന സമയത്ത് ഈ ചാർജർ പാർട്ടിക്കിളിൽ ഒരു മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യും. ആ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? വെലോസിറ്റിയുടെ ഡയറക്ഷനും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും പെർപെൻഡിക്കുലർ ആയിരിക്കും. അങ്ങനെ പറയുമ്പോൾ എക്സ് ആക്സിൽക്കും അല്ല സെഡ് ആക്സിൽക്കും അല്ല, പിന്നെ എങ്ങോട്ടായിരിക്കും ആ ഫോഴ്സ് ആക്ട് ചെയ്യുക? വൈ ഡയറക്ഷനിലായിരിക്കും ഫോഴ്സ് ആക്ട് ചെയ്യുക. ഇതാണ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഉണ്ടാവുക. അപ്പോൾ നോക്കൂ, ഈ ചാർജർ പാർട്ടിക്കിളിന് ആൾറെഡി ഈ ഡയറക്ഷനിൽ ഒരു വെലോസിറ്റി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പോകുന്ന ഒരു ചാർജർ പാർട്ടിക്കിളിനെയാണ് മുകളിലേക്ക് വലിക്കുന്നത് ലോറൻസ് ഫോഴ്സ് കാരണമായിട്ട്. അപ്പോൾ ഈ ചാർജർ പാർട്ടിക്കിളിന് എന്താണ് സംഭവിക്കുക? നേരെ ഈ ചാർജർ പാർട്ടിക്കിൾ ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുമോ? ആൾറെഡി ഈ ചാർജർ പാർട്ടിക്കിൾ ഇങ്ങോട്ടൊരു വെലോസിറ്റി ഉണ്ട്. അപ്പോൾ ഈ ചാർജർ പാർട്ടിക്കിളിൽ മുകളിലേക്കൊരു ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ അപ്പോൾ ഈ ചാർജർ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷനാണ് മാറുക. കാരണം ഇങ്ങോട്ട് പോകുന്ന ചാർജർ പാർട്ടിക്കിളിനെ മുകളിലേക്ക് വലിക്കുന്ന സമയത്ത് ഇങ്ങനെ പോകുന്ന ചാർജർ പാർട്ടിക്കിൾ എന്ത് ചെയ്യും? ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യും. ഇവിടെയും ചാർജർ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി ഈ ഡയറക്ഷനിലാണ്, മാഗ്നറ്റിക് ഫീൽഡ് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഈ ചാർജർ പാർട്ടിക്കിൾ ഈ വെലോസിറ്റിയുടെ ഡയറക്ഷനും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. അപ്പം ഈ ഡയറക്ഷനിലായിരിക്കും ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ വീണ്ടും ചാർജർ പാർട്ടിക്കിൾ ഇങ്ങനെ പോകുന്നതിന് പകരം അത് വീണ്ടും ബെൻഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ പോകുന്ന ഈ ചാർജർ പാർട്ടിക്കിളിന് വീണ്ടും ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ വെലോസിറ്റിയുടെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇങ്ങോട്ട് ഈ ഡയറക്ഷനും മാഗ്നറ്റിക് ഫീൽഡിനും പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ വീണ്ടും ഈ ഡയറക്ഷനിൽ. അപ്പോൾ ഇങ്ങനെ പോകുന്ന ചാർജർ പാർട്ടിക്കിൾ വീണ്ടും ബെൻഡ് ചെയ്യും. അങ്ങനെ ഓരോ ഇൻസ്റ്റൻറ്റിലും ഈ ചാർജർ പാർട്ടിക്കിൾ ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ടാണ് പോവുക. അങ്ങനെ പോകുന്ന സമയത്ത് ഈ ചാർജർ പാർട്ടിക്കിളിൻ്റെ ഒരു പാത്ത് ഒരു സർക്കുലാർ മോഷൻ ആയിരിക്കും. അതായത് ഒരു ചാർജർ പാർട്ടിക്കിൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത്, അതായത് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ചാർജർ പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ അപ്പോൾ ആ ചാർജർ പാർട്ടിക്കിൾ ഒരു സർക്കുലാർ പാത്തിലായിരിക്കും സഞ്ചരിക്കുക. അല്ലെങ്കിൽ ആ ചാർജർ പാർട്ടിക്കിളിൻ്റെ പാത്ത് ഒരു സർക്കുലാർ ഷേപ്പായിരിക്കും. അപ്പോൾ ഒരു ചാർജർ പാർട്ടിക്കിൾ സർക്കുലർ മോഷൻ നടത്തുകയാണെങ്കിൽ, ഏത് വസ്തു ആയിക്കോട്ടെ, ഒരു സർക്കുലർ മോഷൻ നടത്തണമെങ്കിൽ ആ സർക്കിളിൻ്റെ സെൻറ്ററിലേക്കൊരു ഫോഴ്സ് വേണം. അപ്പോൾ ഇവിടെ ഈ ചാർജർ പാർട്ടിക്കിൾ ഇങ്ങനെ സർക്കുലർ മോഷൻ നടത്തുകയാണെങ്കിൽ അതിൻ്റെ സെൻറ്ററിലേക്കൊരു ഫോഴ്സ് ഉണ്ടാവും. ആ സെൻറ്ററിലേക്കുള്ള ഫോഴ്സിനെ നമ്മൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയാം. ഇപ്പോൾ ഏത് ബോഡി ആയിക്കോട്ടെ സർക്കുലർ മോഷൻ നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്ററിലേക്കൊരു ഫോഴ്സ് ഉണ്ടാവും. ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ കറങ്ങിക്കൊണ്ടിരിക്കുക, അത് സർക്കുലർ മോഷനാണ്. അപ്പോൾ ആ ചന്ദ്രൻ കറങ്ങുന്ന സർക്കിളിന് സെൻറ്ററിലേക്ക്, അതായത് ഭൂമിയുടെ ഭാഗത്തേക്ക് ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ട്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ കറങ്ങുകയാണ്, അതും സർക്കുലർ മോഷനാണ്. നടുവിൽ ന്യൂക്ലിയസും അതിന് ചുറ്റുമായിട്ടാണ് ഇലക്ട്രോൺ കറങ്ങുന്നത്.
അപ്പോൾ ആ സർക്കുലർ മോഷനിലും ആ ഇലക്ട്രോണിന് സെൻട്രലിലേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് സർക്കുലർ മോഷൻ ആയിക്കോട്ടെ, ഏത് സർക്കുലർ മോഷൻ ആണെങ്കിലും ആ സർക്കുലർ മോഷൻ്റെ സെൻട്രലിലേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ഫോഴ്സിനെയാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് സർക്കുലർ മോഷൻ ആണെങ്കിലും ആ സർക്കുലർ മോഷൻ്റെ സെൻട്രലിലേക്ക് ഒരു ഫോഴ്സ് വേണം. ആ ഫോഴ്സിനെയാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ കറങ്ങുന്ന സമയത്ത് ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ കറങ്ങുന്ന സമയത്ത് അതിൻ്റെ സെൻട്രലിലേക്ക് ഉണ്ടാകുന്ന സെൻട്രിപെറ്റൽ ഫോഴ്സ് അത് പ്രൊവൈഡ് ചെയ്യുന്നത് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് ഏത് ഫോഴ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? അതായത് സെൻട്രലിലേക്ക് ഉള്ള ഫോഴ്സ് ആരാണ് ആ സെൻട്രലിലേക്കുള്ള ഫോഴ്സ് കൊടുക്കുന്നത്? നമുക്കറിയാം. ഇവിടെ നോക്കൂ, ഈ പോയിന്റ് ഇങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങോട്ട് ആക്ട് ചെയ്തത് ഏതായിരുന്നു? ലോറൻസ് ഫോഴ്സ് ആയിരുന്നു, മാഗ്നറ്റിക് ഫോഴ്സ്. ഇവിടെ എത്തുന്ന സമയത്തും സെൻട്രലിലേക്ക് ആക്ട് ചെയ്ത ഫോഴ്സ് ഏതായിരുന്നു? ലോറൻസ് ഫോഴ്സ്. അപ്പോൾ ഓരോ പോയിന്റിലും ഈ സർക്കിളിൻ്റെ സെൻട്രലിലേക്ക് ആക്ട് ചെയ്യുന്നത് ലോറൻസ് ഫോഴ്സാണ്, ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സാണ്. അപ്പോൾ നമുക്കിതിനെങ്ങനെ എഴുതാം? സെൻട്രിപെറ്റൽ ഫോഴ്സിനെ നമുക്ക് mv² ഡിവൈഡഡ് ബൈ r എന്ന് എഴുതാം. mv² ഡിവൈഡഡ് ബൈ r ഇസ് ഈക്വൽ ടു, ഇവിടെ സെൻട്രലിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ലോറൻസ് ഫോഴ്സാണ്, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സാണ്. ഈ കേസിൽ വെലോസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡും പരസ്പരം പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? QVB എന്നുള്ള ഇക്വേഷൻ എഴുതാം. അപ്പോൾ നമുക്ക് mv² ഡിവൈഡഡ് ബൈ r ഇസ് ഈക്വൽ ടു QVB എന്ന് കൊടുക്കാം. വിയും വിയും ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് r ഇസ് ഈക്വൽ ടു, r ഇങ്ങോട്ട് വരും, ഈ ക്യൂബ് എന്നുള്ളത് mvയുടെ അടിയിലേക്ക് വരും. അപ്പോൾ r ഇസ് ഈക്വൽ ടു mv, ഈ ക്യൂബ് എന്നുള്ളത് ഇങ്ങോട്ട് വന്നു, കാരണം r അങ്ങോട്ട് പോയി, അപ്പോൾ ക്യൂബ് എന്നുള്ളത് ഇങ്ങോട്ട് വരും. അപ്പോൾ mv ഡിവൈഡഡ് ബൈ QB എന്ന് വരും. ഇതാണ് ഒരു സർക്കുലർ മോഷനിൽ, ഒരു ചാർജർ പാർട്ടിക്കിൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലറായിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു സർക്കുലർ പാത്താണ് അത് ഫോളോ ചെയ്യുക. ആ സർക്കിളിൻ്റെ റേഡിയസിൻ്റെ ഇക്വേഷനാണ് mv ഡിവൈഡഡ് ബൈ QB. അപ്പോൾ ആ സർക്കുലർ മോഷൻ്റെ റേഡിയസ് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുക? ഇവിടെ നോക്കൂ, m എന്ന് പറഞ്ഞാൽ ചാർജർ പാർട്ടിക്കിളിൻ്റെ മാസ്, Q ചാർജർ പാർട്ടിക്കിളിൻ്റെ ചാർജ്, B ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി കൊടുക്കണം. m എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാർജർ പാർട്ടിക്കിളിൻ്റെ മാസ് കോൺസ്റ്റൻ്റ് ആണ്, ചാർജർ പാർട്ടിക്കിളിൻ്റെ ചാർജ് കോൺസ്റ്റൻ്റ് ആണ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡും കോൺസ്റ്റൻ്റ് ആണെങ്കിൽ, നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ റേഡിയസ് ഓഫ് സർക്കുലർ മോഷൻ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? വെലോസിറ്റി ഓഫ് ചാർജർ പാർട്ടിക്കിൾ, ചാർജർ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുക. അതായത് നല്ല സ്പീഡിലാണ് ചാർജർ പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്തെങ്കിൽ വെലോസിറ്റി കൂടുന്ന സമയത്ത് അപ്പോൾ എന്ത് കൂടും? റേഡിയസ് കൂടും. ആ സർക്കുലർ പാത്തിൻ്റെ റേഡിയസ് ആണ് കൂടുക. ഇനി നമുക്ക് ഇതൊരു സർക്കുലർ മോഷനാണ്. ഈ സർക്കുലർ മോഷൻ നടത്തുന്ന വസ്തുക്കൾക്കൊക്കെ ഫ്രീക്വൻസി ഉണ്ടാവും. എന്താ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യമാണ് കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം കറങ്ങുന്നുണ്ട്, അതിനെയാണ് ഫ്രീക്വൻസി എന്ന് പറയാം. നമുക്ക് ആ ഫ്രീക്വൻസി എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഒരു സർക്കുലർ മോഷൻ നടത്തുന്ന ഒരു ഏത് വസ്തു ആയിക്കോട്ടെ, ആ വസ്തുക്കളുടെ വെലോസിറ്റി വേറെ രീതിയിൽ, അത് ചന്ദ്രൻ കറങ്ങുകയാണെങ്കിലും അല്ലെങ്കിൽ ഇലക്ട്രോൺ കറങ്ങുകയാണെങ്കിൽ ഏത് വസ്തുക്കളും സർക്കുലർ മോഷനിൽ കറങ്ങുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കാനൊരു മാർഗം v ഈസ് ഈക്വൽ ടു ഈ മൊത്തം ദൂരം, അതായത് ഇവിടെ നിന്ന് ഒരു പാർട്ടിക്കിൾ സഞ്ചരിക്കൽ തുടങ്ങിയിട്ട് ഒരു കംപ്ലീറ്റ് സർക്കിള് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസിനെ നമുക്ക് എന്തെന്ന് എഴുതാം? ആറാണ് റേഡിയസ് എങ്കിൽ നമുക്ക് 2πr എന്ന് കൊടുക്കാം. ഇപ്പോൾ 2πr ആണ് ഡിസ്റ്റൻസ്. ആ 2πrനെ നമ്മൾ ഈ ഒരു പ്രാവശ്യം കറങ്ങുന്ന ടൈം, ആ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. ഒരു സർക്കുലർ മോഷനിൽ ഒരു പ്രാവശ്യം കറങ്ങുന്ന ടൈമിനെ, അതായത് ഒരു സർക്കിൾ കറങ്ങുന്ന ടൈമിനെ പറയുന്ന പേരാണ് പീരീഡ്. എന്താ പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സർക്കുലർ മോഷൻ കവർ ചെയ്യാൻ എടുക്കുന്ന ടൈം, അതിനാണ് പീരീഡ് എന്ന് പറയുക. അപ്പോൾ നമുക്ക് വെലോസിറ്റി ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? 2πr. ഒരു വട്ടം കറങ്ങുന്ന സമയത്തുള്ള ഡിസ്റ്റൻസാണ് 2πr. ആ ഡിസ്റ്റൻസ് കവർ ചെയ്യാനെടുത്ത ടൈം, അതായത് ഒരു വട്ടം കറങ്ങാനെടുത്ത ടൈം, അതിനാണ് എന്ത് വിളിക്കാം? പീരീഡ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? 2πr ഡിവൈഡഡ് ബൈ t എന്ന് എഴുതാം.
ഇതാണ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. അപ്പോൾ നമുക്കിനി കാണേണ്ടത് ഫ്രീക്വൻസിയാണ് കാണേണ്ടത്. എന്താ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം കറങ്ങുന്നില്ലതിനാണ് ഫ്രീക്വൻസി എന്ന് പറയാം. ആ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം എന്താണ്? ന്യൂ ഇസ് ഈക്വൽ ടു 1/t എന്നാണ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ v is equal to 2πr divided by t എന്നാണല്ലോ. ഇവിടെ നമുക്ക് ഈ r എന്നുള്ള ഭാഗത്ത് നമുക്ക് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്താണ് വരിക? v is equal to 2π r എന്നുള്ളതിന് പകരം mv divided by qb എന്ന് എഴുതാം. ഇനി ഡിവൈഡഡ് ബൈ ടി, ഡിവൈഡഡ് ബൈ ടി. ഇതിൽ നിന്ന് ടി ഇസ് ഈക്വൽ ടു, ടി എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങോട്ട് വരും, വി ഇങ്ങോട്ട് മാറ്റി എഴുതാം. അപ്പോൾ നമുക്ക് ടി ഇസ് ഈക്വൽ ടു 2π mv ഡിവൈഡഡ് ബൈ qb ഡിവൈഡഡ് ബൈ ഈ വി ഇങ്ങോട്ട് വരും, അപ്പോൾ ഡിവൈഡഡ് ബൈ വി എന്ന് വരും. ഈ വിയും ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് പീരീഡിൻ്റെ ഇക്വേഷൻ എന്താണ് വരിക? 2πm ഡിവൈഡഡ് ബൈ qb. അപ്പോൾ പീരീഡിൻ്റെ ഇക്വേഷൻ, അതായത് സർക്കുലർ മോഷൻ നടത്തുന്ന സമയത്ത് മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജർ പാർട്ടിക്കിൾ ഒരു സർക്കുലർ മോഷനാണ് നടത്തുക. ആ സർക്കുലർ മോഷൻ്റെ പീരീഡിൻ്റെ ഇക്വേഷൻ 2πm ഡിവൈഡഡ് ബൈ qb എന്നാണ്. ഇവിടെ നോക്കൂ, എന്തൊക്കെ കാര്യങ്ങളാണ് പീരീഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? 2π കോൺസ്റ്റൻ്റ് ആണ്, എം കോൺസ്റ്റൻ്റ് ആണ്, ക്യൂവും കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിനെ മാത്രമേ ഉള്ളൂ. അതായത് മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ചേഞ്ച് ചെയ്തില്ല എന്ന് കരുതുക. മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ പീരീഡും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഈ ഇക്വേഷനിൽ ആറോ വി ഒന്നുമില്ല. അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെലോസിറ്റി കൂടിയാലും അല്ലെങ്കിൽ റേഡിയസ് കൂടിയാലൊന്നും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? പീരീഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതായത് ചെറിയ റേഡിയസ് ആണെങ്കിലും വലിയ റേഡിയസ് ആണെങ്കിലും ഒരു വട്ടം കറങ്ങാനെടുക്കുന്ന ടൈം ഒരേ ടൈമായിരിക്കും. വെലോസിറ്റി കൂടിയാലും എന്താ സംഭവിക്കുക? വലിയ റേഡിയസിൽ ഇറങ്ങും. വെലോസിറ്റി കുറഞ്ഞാൽ എന്ത് ചെയ്യും? ചെറിയ റേഡിയസിൽ ഇറങ്ങും. എന്നാലും ഒരു പ്രാവശ്യം കറങ്ങാനെടുക്കുന്ന ടൈം രണ്ടിനും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് പീരീഡ് കിട്ടി. പീരീഡ് കിട്ടിയ പിന്നെ ഫ്രീക്വൻസി നമുക്ക് എഴുതാം. കാരണം പീരീഡിൻ്റെ നേരെ റെസിപ്രോക്കലാണ് ഫ്രീക്വൻസി. അതായത് ഫ്രീക്വൻസി ഇസ് ഈക്വൽ ടു 1/t ആണ്. അപ്പോൾ നമുക്ക് ന്യൂ ഇസ് ഈക്വൽ ടു qb ഡിവൈഡഡ് ബൈ 2πm എന്നെഴുതാം. പീരീഡിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഫ്രീക്വൻസി എന്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? മാഗ്നറ്റിക് ഫീൽഡിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. വെലോസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അതേപോലെ റേഡിയസിനൊന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഏത് റേഡിയസ് ആണെങ്കിലും അല്ലെങ്കിൽ ഏത് വെലോസിറ്റിയിൽ ചാർജർ പാർട്ടികൾ കറങ്ങിയാലും അതിനെല്ലാത്തിനും ഒരേ ഫ്രീക്വൻസി ആയിരിക്കും. ഫ്രീക്വൻസി ഡിപ്പെൻഡ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിനെ മാത്രമേ ഉള്ളൂ. മാഗ്നറ്റിക് ഫീൽഡ് കൂടുന്ന സമയത്ത് ഫ്രീക്വൻസി കൂടും. ഇതിന് സൈക്ലോട്രോൺ ഫ്രീക്വൻസി എന്നാണ് പറയുക. സൈക്ലോട്രോൺ എന്ന് പറഞ്ഞുള്ള ഡിവൈസിനെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ ആവശ്യമുള്ള ഒരു ഇക്വേഷനാണിത്. ഈ ഇക്വേഷനെ പറയുന്ന പേര് സൈക്ലോട്രോൺ ഫ്രീക്വൻസി എന്നാണ്. മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലറായിട്ട് ചാർജർ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു സർക്കുലർ പാത്ത് ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് നമുക്കൊന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. ഇവിടെ ചാർജർ പാർട്ടിക്കിൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഒരു സാൾട്ട് സൊല്യൂഷനാണ് എടുക്കുന്നത്. കാരണം സാൾട്ട് സൊല്യൂഷനിൽ അയണൈസ്ഡ് ചാർജർ പാർട്ടിക്കിൾ ഉണ്ടാകും. പോസിറ്റീവ് അയോൺസും നെഗറ്റീവ് അയോൺസും ഉണ്ടാകും. ക്ലോറിനും സോഡിയം അയോൺസ് ഉണ്ടാകും. അത് നമ്മൾ ഈ ഒരു പാത്രത്തിലെടുക്കും. ഇതിൽ നമ്മളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ചാർജർ പാർട്ടിക്കിൾ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ മൂവ് ചെയ്യും. ആ മൂവ് ചെയ്യുന്ന ചാർജർ പാർട്ടിക്കിളിൻ്റെ താഴത്ത് നമ്മളൊരു മാഗ്നറ്റ് വെക്കും. നിയർ ടു മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് നേരെ കുത്തനെ മുകൾക്കെന്ന് കണക്കാക്കാം. നോർത്ത് പോളാണെങ്കിൽ. സൗത്ത് പോളാണെങ്കിൽ നേരെ താഴത്തേക്ക് ഡയറക്ഷൻ മാറും. ഈ മാഗ്നറ്റ് നമ്മൾ ഈ സാൾട്ട് സൊല്യൂഷൻ്റെ തൊട്ട് താഴത്ത് വെക്കുന്ന സമയത്ത് ഈ സാൾട്ട് സൊല്യൂഷനിലെ അയോണിൻ്റെ മോഷന് പെർപെൻഡിക്കുലറായിട്ട് നമുക്കൊരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കാൻ കഴിയും. അപ്പോൾ ആ ചാർജർ പാർട്ടിക്കിൾ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ആ മോഷൻ കാണാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെറിയ പാർട്ടിക്കിൾ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ആയി കൊടുക്കാം. ശരിക്കും അയോൺസാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ചില സ്മോൾ പാർട്ടിക്കിൾസ് ആ അയോൺസ് മൂവ് ചെയ്യുന്നതിൻ്റെ കൂടെ അത് മൂവ് ചെയ്യും. അപ്പോൾ നമുക്കതിന് വിസിബിളാവും. ആ മോഷൻ നമുക്ക് വിസിബിളാക്കാൻ കഴിയും. നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ഈ ഡിഷിൽ ഒരു സാൾട്ട് സൊല്യൂഷൻ എടുത്തു. ആ സാൾട്ട് സൊല്യൂഷൻ ഒരു മാഗ്നറ്റിന് മുകളിലായിട്ട് വെച്ചിരിക്കുക.
അപ്പോൾ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഈ സൊല്യൂഷനിലൂടെ മുകളിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിന് അക്രോസായിട്ട് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യാം. കാരണം ചാർജർ പാർട്ടിക്കിളിന് ഒരു മോഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട്, ചലനം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുന്നത്. ഇവിടെ നോക്കൂ, ഈ ചാർജർ പാർട്ടിക്കിളിന് ചുറ്റും അയോൺസ് മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് കാണാൻ വേണ്ടിയിട്ട്, ഒന്ന് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഇതിന് മുകളിലൂടെ ഇടാം. ഇതിൽ കുറച്ച് ജീരകം ഇടുക. കാരണം ഇവിടെ ഈ മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നതിൻ്റെ പാത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ അല്പം ജീരകം ഇടുക. ജീരകം എന്ന് വേണമല്ലേ, എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ്, കടലാസ് കയറിയിട്ടാലും എന്ത് ഇട്ടാലും കുഴപ്പമില്ല. ഒരു നമുക്ക് ആ ചാർജ് ഇപ്പോൾ ആ ഇത് ചലിക്കുന്നില്ല നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഇതിന് അക്രോസ് ആയിട്ട് നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാം. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ചാർജർ പാർട്ടിക്കിളിന് ഒരു മോഷൻ ലഭിക്കും. ആ മൂവ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. അപ്പോൾ എന്താണ് ആ ചാർജർ പാർട്ടിക്കിൾ എങ്ങനെ? യെസ്, ഇവിടെ നോക്കൂ, ആ ചാർജർ പാർട്ടിക്കിൾ അയോൺസ് സർക്കുലർ മോഷൻ നടത്തുകയാണ്. ആ അയോൺസ് മൂവ് ചെയ്യുന്നതിൻ്റെ കൂടെ ആ ജീരകം മൂവ് ചെയ്യാണ്. ഇവിടെ ജീരകത്തിന് യാതൊരു പ്രത്യേകതയില്ല, ഒരു ഡിസ്റ്റർബൻസ് അത് കാണാൻ വേണ്ടിയിട്ട് വിഷ്വലൈസേഷന് വേണ്ടി മാത്രം ഇട്ടതാണ്. ഇനി നമുക്ക് നോക്കാം, ഈ ചാർജർ ഇതിൻ്റെ ഡയറക്ഷൻ ഒന്ന് മാറ്റാം. ഇത് ഓഫ് ചെയ്തു. ഓഫ് ചെയ്തപ്പോൾ ഇനേഴ്ഷ്യ കാരണമാണ് ഇപ്പോൾ അത് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മാഗ്നറ്റിൻ്റെ ഡയറക്ഷൻ നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇത് ഓൺ ചെയ്യാണ്. ഇപ്പോൾ നോക്കൂ, മുമ്പ് റൊട്ടേറ്റ് ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇപ്പോൾ അയോൺസ് മൂവ് ചെയ്യുന്നത്. അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ പെർപെൻഡിക്കുലറായിട്ട് ചാർജർ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന സമയത്ത് ആ ചാർജർ പാർട്ടിക്കിളിന് സർക്കുലർ മോഷനാണ് സംഭവിക്കുക എന്ന് കാണിക്കുന്ന ഒരു എക്സ്പെരിമെൻ്റാണിത്. ഓക്കെ, ഇനി നമുക്ക് ഈ കറൻറ്റിൻ്റെ ഡയറക്ഷൻ ഒന്ന് മാറ്റി വെക്കാം. മാഗ്നറ്റ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഓക്കെ, ഇപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് കറൻറ്റിൻ്റെ, അതായത് വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറ്റിയപ്പോൾ ചാർജർ അയോൺസിൻ്റെ മോഷൻ്റെ ഡയറക്ഷനും മാറി. ഓക്കെ, ഈ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ചാർജർ പാർട്ടിക്കിളിൻ്റെ മോഷന് പെർപെൻഡിക്കുലറാണ്. അതായത് എഫ് ഇസ് ഈക്വൽ ടു ക്യൂ വി ക്രോസ് ബി എന്നാണല്ലോ. ചാർജർ പാർട്ടിക്കിളുമല്ല ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചാർജർ പാർട്ടിക്കിളിൻ്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. മാഗ്നറ്റിക് ഫീൽഡിനും പെർപെൻഡിക്കുലർ ആണ്. അതേപോലെ തന്നെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ചാർജർ പാർട്ടിക്കിൾ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, ആ മോഷൻ്റെ ഡയറക്ഷൻ തന്നെയാണ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ. അപ്പോൾ ചാർജർ പാർട്ടിക്കിളിലും എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, ആ മൂവ് ചെയ്യുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഫോഴ്സ് കാരണമായിട്ട് വർക്ക് ഉണ്ടാവുമോ, വർക്ക് ചെയ്യപ്പെടുമോ? വർക്കിൻ്റെ ഇക്വേഷൻ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചാൽ വർക്കിൻ്റെ ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് ഫോഴ്സിൻ്റെ ഡയറക്ഷന് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ അതേ ഡയറക്ഷൻ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ മാത്രമേ അവിടെ വർക്ക് ഉണ്ടാവുള്ളൂ. വർക്ക് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് എന്താണെങ്കിലും ഫോഴ്സിൻ്റെ ഡയറക്ഷന് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവിടെ വർക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെയാണ്. കാരണം വെലോസിറ്റിയുടെ ഡയറക്ഷനാണ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ആ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് മാഗ്നറ്റിക് ഫോഴ്സ് കാരണമായിട്ട് ഒരു വർക്ക് ഉണ്ടാവില്ല. മാഗ്നറ്റിക് ഫോഴ്സ് കാരണമായിട്ടുള്ള വർക്ക് പൂജ്യമായിരിക്കും. അപ്പോൾ പിന്നെ ഈ ഫോഴ്സ് കാരണമായിട്ട് അവിടെ എന്താ സംഭവിക്കുക? മാഗ്നറ്റിക് ഫോഴ്സ് കാരണമായിട്ട് അവിടെ മൊമെൻറ്റം മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. മൊമെൻറ്റം ചേഞ്ച് ചെയ്താലും ഫോഴ്സ് ഉണ്ടാവും. കാരണം എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി എന്നാണ്. ഫോഴ്സ് കാരണമായിട്ട് മൊമെൻറ്റം ചേഞ്ച് ചെയ്താൽ മതി. എനർജി ഉണ്ടാവണം നിർബന്ധമില്ല. കാരണം വർക്ക് ചെയ്താലാണ് എനർജി ഉണ്ടാവുക. അപ്പോൾ എനർജി ചേഞ്ച് ചെയ്യണം നിർബന്ധമല്ല. ഇലക്ട്രിക് ഫീൽഡ് കാരണമായിട്ടുള്ള ഫോഴ്സ് ആണെങ്കിൽ അവിടെ മൊമെൻറ്റും ചേഞ്ച് ചെയ്യുന്നുണ്ട്, എനർജിയും ചേഞ്ച് ചെയ്യുന്നുണ്ട്, മീൻസ് വർക്കും ചെയ്യുന്നുണ്ട്. പക്ഷേ മാഗ്നറ്റിക് ഫോഴ്സ് കാരണമായിട്ട് അവിടെ എന്ത് മാത്രമേ ഉള്ളൂ, അതിൻ്റെ മൊമെൻറ്റം മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. അതാണ് അങ്ങനെ പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിൽ ചാർജർ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ മാറ്റി മാറ്റി വരികയാണ്. അതായത് സർക്കുലർ മോഷൻ സംഭവിക്കുന്നത് മാഗ്നറ്റിക് ഫോഴ്സ് കാരണമായിട്ട് തന്നെയാണ്.
പക്ഷേ അങ്ങനെ സർക്കുലർ മോഷൻ നടക്കുന്ന സമയത്ത് ഏത് ഇൻസ്റ്റൻറ്റിൽ നോക്കുകയാണെങ്കിലും ചാർജർ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതിന് പെർപെൻഡിക്കുലർ ആയിട്ടേക്കാരം എന്തുണ്ടാവുക, ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഉണ്ടാവുക. അതുകൊണ്ട് മാഗ്നറ്റിക് ഫോഴ്സ് കാരണമായിട്ട് ഒരു വർക്കും ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ ചാർജർ പാർട്ടിക്കിളിൻ്റെ എനർജിയിൽ യാതൊരു ചേഞ്ചും സംഭവിക്കുന്നില്ല. ഇനി ഒരു ചാർജർ പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിന് പാരലായിട്ടാണ് സഞ്ചരിക്കുന്നതെങ്കിലോ, അതായത് F=QVB എന്നാണ്, അതായത് VB sin θ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന് പാരലായിട്ട് സഞ്ചരിക്കുന്ന സമയത്ത് തീറ്റയുടെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ആ ചാർജർ പാർട്ടിക്കിളിന്മേൽ ഒരു ഫോഴ്സും ആക്ട് ചെയ്യില്ല. അതായത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ ചാർജർ പാർട്ടിക്കിൾ മൂവ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ഫോഴ്സും ആക്ട് ചെയ്യില്ല. പെർപെൻഡിക്കുലർ ആണെങ്കിലോ ആ ചാർജർ പാർട്ടിക്കിൾ സർക്കുലർ മോഷൻ നടത്തുകയും ചെയ്യും. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ളൊരു സന്ദർഭം നോക്കുക. മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണ്. ഓക്കെ, അപ്പോൾ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ചാർജർ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതെങ്കിൽ അത് സർക്കുലർ മോഷൻ നടത്തും. ഇത് പെർപെൻഡിക്കുലർ അല്ല, വെലോസിറ്റി ഡയറക്ഷൻ ഒരു തീറ്റ എന്ന് പറഞ്ഞൊരു ആംഗിളിലാണ്. ഇത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കിട്ടോ, ഒരു തീറ്റ എന്ന് പറഞ്ഞൊരു ആംഗിളിലാണ് ഇപ്പോൾ ചാർജർ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതെന്ന് കരുതുക. ഇതാണ് വെലോസിറ്റി ഡയറക്ഷൻ. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമുക്ക് ഈ വെലോസിറ്റി എന്നുള്ളതിനെ നമുക്ക് രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം. ഒന്ന്, ഇതിൻ്റെ ഹൊറിസോണ്ടലായിട്ട് മാഗ്നറ്റിക് ഫീൽഡിന് പാരലായിട്ട് ഒരു കമ്പോണൻറ്റ്, അത് നമുക്ക് എന്ത് വിളിക്കാം? V cos θ എന്ന് വിളിക്കാം. ഇനി മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു കമ്പോണൻറ്റ്, ഈ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ കമ്പോണൻറ്റിനെ നമുക്ക് V sin θ എന്ന് വിളിക്കാം. ഇവിടെ നോക്കൂ, V sin θ എന്ന് പറയുന്നത് ഈ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലറാണ്. അപ്പോൾ V sin θ എന്ന് പറഞ്ഞിട്ടുള്ള ഈ കമ്പോണൻറ്റ് കാരണമായിട്ട് ആ ചാർജർ പാർട്ടിക്കിൾ ഒരു സർക്കുലർ മോഷൻ നടത്തും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടാണെങ്കിൽ ഇങ്ങനെ സർക്കുലർ മോഷൻ. ഓക്കെ, ഇനി മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടാണെങ്കിൽ ഇപ്പോൾ ഇങ്ങോട്ടായിട്ടാണ് നമ്മുടെ ഡയറക്ഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ ഇങ്ങനെ ഇറങ്ങും. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ആക്സിസിൽ വരുന്ന രീതിയിൽ അതിൻ്റെ ചുറ്റും ഈ ചാർജർ പാർട്ടിക്കിൾ സർക്കുലർ മോഷൻ നടത്തും, പെർപെൻഡിക്കുലർ ആയിട്ട് ആണെങ്കിൽ. അപ്പോൾ V sin θ കാരണമായിട്ട് ഇത് ഒരു സർക്കുലർ മോഷൻ തന്നെ നടത്തുക. പക്ഷേ ഇവിടെ നോക്കൂ, ഇവിടെ പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് മാത്രമല്ല, ഇവിടെ ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഉണ്ട്, V cos θ എന്ന് പറഞ്ഞൊരു കമ്പോണൻറ്റ് ഉണ്ട്. ആ V cos θ എന്ന് പറഞ്ഞൊരു കമ്പോണൻറ്റ് കാരണം അവിടെ ഒരു സർക്കുലർ മോഷൻ നടക്കില്ല. എന്നാലും ആ V cos θ കാരണമായിട്ട് ആ ചാർജർ പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ മൂവ് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ ചാർജർ പാർട്ടിക്കിൾ സർക്കുലർ മോഷൻ നടത്തും, അതേപോലെ തന്നെ മുന്നിലേക്കും പോകും. അപ്പോൾ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ഷേപ്പ് എങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക? സർക്കുലർ മോഷൻ നടക്കുന്നുണ്ട്, അതേപോലെ തന്നെ ആ ചാർജർ പാർട്ടിക്കിൾ മുമ്പിലേക്കും പോവുക. ഈ രണ്ട് മോഷൻ കൂടി ഒരുമിച്ച് നടക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ഈ ചാർജർ പാർട്ടിക്കിളിൻ്റെ മോഷന്? കറങ്ങും ചെയ്യും, മുന്നിക്കുകയും ചെയ്യും. ഇതങ്ങനെ, അതായത് ഒരു ഹെലിക്കൽ പാത്തായിരിക്കും, ഒരു ഹെലിക്കൽ മോഷനായിരിക്കും ഈ ചാർജർ പാർട്ടിക്കിൾ നടത്തുക. അപ്പോൾ നമുക്ക് ഈ ചാർജർ പാർട്ടിക്കിൾ സർക്കുലർ ഈ V sin θ കാരണമായിട്ട് സർക്കുലർ മോഷൻ, ഈ V cos θ കാരണമായിട്ട് മുന്നിൽക്കും പോവും. അപ്പോൾ ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്യുന്ന സമയത്ത്, രണ്ടും കൂടി ഒരുമിച്ച് ഉള്ള സമയത്ത് ഈ ഒരു മോഷനായിക്കാരം ഉണ്ടാവുക. ഈ ഒരു പാത്തിനെ പറയുന്ന പേരാണ് ഹെലിക്കൽ പാത്ത്, അല്ലെങ്കിൽ ഈ ഒരു മോഷനെ പറയുന്ന പേരാണ് ഹെലിക്കൽ മോഷൻ. ഇവിടെ ഒരു പ്രാവശ്യം കറങ്ങാനെടുക്കുന്ന ടൈം, അതായത് പീരീഡ്, ആ പീരീഡിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുന്നേ കണ്ട അതേ ഇക്വേഷൻ തന്നെയാണ്. കാരണം പീരീഡ് ഒരിക്കലും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? വെലോസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ വെലോസിറ്റി കൂടിയാലും കുറഞ്ഞാലും ഒക്കെ നമ്മൾ പീരീഡിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ പീരീഡിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? T = 2πm / QB എന്നാണ്. ഈ വെലോസിറ്റി മുഴുവൻ പെർപെൻഡിക്കുലർ ആണെങ്കിലും അതല്ല ഒരു കമ്പോണൻ്റ് ആണെങ്കിലും ഒക്കെ പീരീഡിൻ്റെ ഇക്വേഷൻ എന്താണ്? 2πm / QB എന്നാണ്. അപ്പോൾ നമുക്ക് ഈ ഹെലിക്കൽ പാത്തിൽ കറങ്ങുന്ന ഈ ചാർജർ പാർട്ടിക്കിളിൻ്റെ ഒരു സർക്കിൾ കറങ്ങാനെടുക്കുന്ന ടൈം എത്ര തന്നെയാണ് വരുന്നത്? 2πm / QB തന്നെയാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഈ ചാർജർ പാർട്ടിക്കിൾ ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് തന്നെ അത് മുന്നിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ ഒരു ടൈം പീരീഡിൽ ഈ ചാർജർ പാർട്ടിക്കിൾ എത്ര ദൂരം സഞ്ചരിച്ചു, അതായത് ഒരു സർക്കുലർ മോഷൻ എടുക്കുന്ന ടൈം കൊണ്ട് ഈ ചാർജർ പാർട്ടിക്കിൾ ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ എത്ര ദൂരം സഞ്ചരിച്ചു, അതിന് പറയുന്ന പേരാണ് പിച്ച് എന്ന് പറയും. പിച്ച്, PITCH. അപ്പോൾ നമുക്ക് ഇതിന്ന് പിച്ചിൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? പിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ ഡയറക്ഷനിൽ എക്സ് ആക്സിലെ ആ ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസിനെ നമുക്ക് എങ്ങനെ എഴുതാം? വെലോസിറ്റി ഇൻറ്റു ടൈം. ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സർക്കുലർ മോഷൻ എടുക്കുന്ന ടൈം ഉണ്ട് കേട്ടോ. ഒരു സർക്കുലർ മോഷൻ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? പീരീഡാണ്. അപ്പോൾ ടൈം നിലടുത്ത് എന്താണ് ഇട്ട് കൊടുത്തത്? പീരീഡ് എന്നാണ് ഇട്ട് കൊടുത്തത്.
ഇവിടെ വെലോസിറ്റി എന്ന് പറയുന്നത്, ഇവിടെ വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് വെലോസിറ്റി എടുത്താൽ മതി? ഈ പാരലൽ വെലോസിറ്റി എടുത്താൽ മതി. അപ്പോൾ നമുക്ക് dx = v പാരലൽ ഇൻറ്റു ടി എന്ന് എഴുതാം. എന്താ വി പാരലൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി കോസ് തീറ്റയാണ്, വി പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ വി സൈൻ തീറ്റ. അപ്പോൾ ഈ ഡയറക്ഷനിലേക്കുള്ള വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി കോസ് തീറ്റയാണ്. അപ്പോൾ വി പാരലൽ എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് എഴുതാം? വി കോസ് തീറ്റ ഇൻറ്റു പീരീഡ് എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് എഴുതാം? 2πm / QB. ഇതാണ് പിച്ചിൻ്റെ ഇക്വേഷൻ. അതായത് ഒരു സർക്കുലർ മോഷൻ നടത്തുന്ന സമയത്ത് അത് എത്ര ദൂരം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ സഞ്ചരിച്ചു എന്നുള്ളത്. ഇത് നാച്ചുറൽ ഇത് നടക്കുന്നതിന്, അതായത് ഈ ഹെലിക്കൽ മോഷൻ നടക്കുന്നത് കാരണമായിട്ടുള്ള ഒരു ഫിനോമിനൻ നടക്കുന്നുണ്ട്. അത് പോളാർ റീജിയനിൽ ആകാശത്തൊക്കെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ച ചില സമയത്ത് നമ്മൾ കാണും. ഈ കാണുന്നൊരു കാഴ്ച, ഇതിനെയാണ് അറോറ ബോറിയോളിസിസ് എന്ന് പറയാം. വളരെ മനോഹരമായിട്ട് ആകാശത്ത് കാണുന്നൊരു കാഴ്ച. ഈ ഒരു കാഴ്ചക്ക് കാരണം ഈ ചാർജർ പാർട്ടിക്കിളിൻ്റെ ഈ ഹെലിക്കൽ മോഷനാണ്. എന്താ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എർത്താണെന്ന് അസ്യൂം ചെയ്യാം. ഈ എർത്തിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഓക്കെ, 3 ഡയമെൻഷനിലായിട്ടായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. അപ്പോൾ ഈ എല്ലാ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും അവസാനിക്കുന്നത് എക്സ്റ്റേണലായിട്ട് അവസാനിക്കുന്നത്, കാരണം ഇതിനൊരു അവസാനമല്ല മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്. അപ്പോൾ നമുക്ക് ഈ എർത്തിൻ്റെ മുകളിൽ ഇത് അവസാനിക്കുന്നതായിട്ട് തോന്നുന്നത് പോളാർ റീജിയനിലാണ്, അല്ല ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് തോന്നും. ശരിക്കും സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഇല്ല കേട്ടോ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്, കാരണം ഇത് അവസാനിക്കുന്നതിൻ്റെ ഉള്ളിൽ കൂടെ അത് ഇപ്പുറത്തേക്ക് എത്തുന്നുണ്ട്. ഓക്കെ, എന്തായാലും എക്സ്റ്റേണലി നമുക്ക് ഇവിടെ ആയിട്ടാണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എല്ലാതും ഒരുമിച്ച് കൂടുന്നത് പോളിലേക്കാണ്. സോളാർ ഫയർ ഒക്കെ കാരണമായിട്ട് അന്തരീക്ഷത്തിൽ ചാർജർ പാർട്ടിക്കിൾ കൂടുതലായിട്ട് വരുന്ന സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ അന്തരീക്ഷത്തിൽ ചാർജർ പാർട്ടിക്കിൾ വരുന്ന പല സന്ദർഭങ്ങളുണ്ട്. അങ്ങനെ ആ ചാർജഡ് പാർട്ടിക്കിൾ അന്തരീക്ഷത്തിൽ, അത് പ്രത്യേകിച്ച് പോളാർ റീജിയനിൽ വരുന്ന സമയത്ത് ഈ ചാർജർ പാർട്ടിക്കിൾ ചിലപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡിന് ഒരു പ്രത്യേക ആംഗിളിലേക്കാണ് എൻ്റർ ചെയ്യുന്നുണ്ടാവുക. ഒരു പർട്ടിക്കുലർ ആംഗിളിൽ വരുന്ന സമയത്ത് കറക്റ്റ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവിടെ നിന്ന് കറങ്ങുകയും ചെയ്യുള്ളൂ. മാഗ്നറ്റിക് ഫീൽഡിനോട് 0 ആംഗിളാണെങ്കിൽ അത് ഓക്കെ, അതിന് യാതൊരു ചേഞ്ചും ഉണ്ടാവില്ല, ഒരു ഫോഴ്സ് ഉണ്ടാവില്ല. പക്ഷേ 0 അല്ലാണ്, 90 അല്ലാത്തൊരു ആംഗിളാണ് ഈ ചാർജർ പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുന്നെങ്കിൽ നമ്മുടെ ഇവിടെ പറഞ്ഞതുപോലെ ഹെലിക്കൽ മോഷൻ ഇവിടെ സംഭവിക്കും. അങ്ങനെ ഈ ചാർജർ പാർട്ടിക്കിൾ ഈ മാഗ്നറ്റിക് ഫീൽഡിന് ചുറ്റും ഒരു ഹെലിക്കൽ പാത്തിൽ മൂവ് ചെയ്യും. ഇവിടെ എൻ്റർ ചെയ്യുന്ന എല്ലാ ചാർജർ പാർട്ടിക്കിളും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ അതേ ഡയറക്ഷനിൽ ഹെലിക്കൽ മോഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ എല്ലാ ചാർജർ പാർട്ടിക്കിളും അവസാനം ഈ ഒരു പോളാർ റീജിയനിലാണ് വന്ന് ചേരുക. കാരണം എല്ലാ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും അങ്ങോട്ടാണല്ലോ എത്തുന്നത്. അപ്പോൾ ഈ ചാർജർ പാർട്ടിക്കിൾ എല്ലാതും അവിടെ ക്രൗഡഡ് ആവും. കാരണം ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഈ ചാർജർ പാർട്ടിക്കിളൊക്കെ ട്രാപ്പ് ചെയ്തു, അത് ഇങ്ങനെ ഒരു ഹെലിക്കൽ മോഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മാഗ്നറ്റിക് ഫീൽഡിന് ചുറ്റും. അങ്ങനെ ഈ ചാർജർ പാർട്ടിക്കിൾ, ഈ ട്രാപ്പ് ചെയ്ത ചാർജർ പാർട്ടിക്കിളൊക്കെ ഈ പോളാർ റീജിയനിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പോൾ ആ ഭാഗത്ത് അന്തരീക്ഷത്തിൽ അവിടെ ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട്, അവിടെ ഓക്സിജനും നൈട്രജനും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഗ്യാസ് മോളിക്യൂൾസ്, അന്തരീക്ഷത്തിലുള്ള ആ ഗ്യാസ് മോളിക്യൂൾസ് ഈ ചാർജർ പാർട്ടിക്കിൾ വന്ന് ഇടിക്കും. അങ്ങനെ ഇടിക്കുന്ന സമയത്ത് ആ ആറ്റംസ് എക്സൈറ്റ് ചെയ്യും. എന്താ എക്സൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആറ്റത്തിലെ ഇലക്ട്രോൺസ് ലോവർ സ്റ്റേറ്റിൽ നിന്ന് ഹയർ സ്റ്റേറ്റിൽ പോകും. അങ്ങനെ ആ ഹയർ സ്റ്റേറ്റിൽ പോയ ഇലക്ട്രോൺസ് തിരിച്ചന്നെ അതിൻ്റെ പഴയ അവസ്ഥയ്ക്ക് വരുന്ന സമയത്ത് ഈ അധികം എനർജി പുറത്തേക്ക് എമിറ്റ് ചെയ്യും. ആ പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്നത് ലൈറ്റിൻ്റെ രൂപത്തിലായിരിക്കും. ഓക്സിജനൊക്കെ ആണെങ്കിൽ പച്ച ലൈറ്റേക്കാണ് എമിറ്റ് ചെയ്യുക, നൈട്രജനൊക്കെ ആണെങ്കിൽ ഒരു പിങ്ക് കളർ, അങ്ങനെ പല കളറിൽ ഓരോ ആറ്റം അത് പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്ന കളർ ഡിഫറെൻറ്റ് കളേഴ്സേക്കാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഈ അന്തരീക്ഷത്തിൽ ഈ ഗ്യാസ് മോളിക്യൂൾസ് എക്സൈറ്റ് ചെയ്യുന്ന സമയത്ത് പുറത്ത് എമിറ്റ് ചെയ്യുന്ന ആ ലൈറ്റുകൾ കാരണമാണ് അങ്ങനെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച നമ്മൾ കാണുന്നത്. ഇതിനെയാണ് നമ്മൾ അറോറ ബോറിയോളിസിസ് എന്ന് പറയുന്നത്. ഇതോടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.